Hi friends, നമുക്ക് ഇന്നത്തെ question discussion session നോക്കാം. First question, QSAR technique based on additivity principle. Option A, Hansch analysis. Option B, Free-Wilson analysis. Option C, simplex method. And option D, Comfa method. അപ്പോൾ ഇവിടെ നമുക്ക് QSAR ടെക്നിക് ആണ് ക്വസ്റ്റ്യൻ ബേസ്ഡ് അപ്പോൺ അഡിറ്റിവിറ്റി പ്രിൻസിപ്പിൾ. അഡിറ്റിവിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള QSAR ടെക്നിക് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ QSAR എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് സ്ട്രക്ചർ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് അല്ലെ, അതാണ് QSAR. അപ്പോ QSARന്റെ നമ്മൾ ആക്ച്വലി അത് ഡ്രഗ് ഡിസ്കവറി ആയിട്ടാണ് അത് റിലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പം നമ്മളിപ്പോ ഡ്രഗ് ഡിസ്കവറി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരുപാട് കോമ്പൗണ്ട്സ് ആയിരിക്കും വരുന്നത് അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഒരു ആ കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചറൽ ആക്ടിവിറ്റിയുടെ അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സിന്റെ പ്രസൻസിലോ അല്ലെങ്കിൽ ഈ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ ഒക്കെ ബേസിസിൽ നമ്മൾ അതിന്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി ആയിട്ട് കോറിലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, QSAR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് സാമ്പിൾസ് അല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ട്സ് നമുക്ക് കുറെ ഒമിറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള ബയോളജിക്കൽ ആക്ടിവിറ്റിയിലുള്ള കുറച്ച് കോമ്പൗണ്ട്സിലേക്ക് എത്താൻ പറ്റും. അപ്പൊ അതുവഴി നമുക്ക് ഇൻവൈവോ ആയിട്ട് നമ്മളുടെ എക്സ്പെരിമെന്റ്സിന് എടുക്കുന്ന ആ എണ്ണം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതാണ് അതിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത് QSARന്റെ. അപ്പൊ QSARന്റെ നമുക്ക് രണ്ട് ടെക്നിക്സ് ആണ് നമുക്ക് മെയിൻലി QSARന്റെ രണ്ട് മോഡൽസ് ആണ്. that is what is called as Hansch analysis and Free-Wilson analysis. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു മിക്സഡ് അപ്രോച്ചും ഉണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് നെയിംഡ് ആയിട്ട് പറയാനായിട്ട് Hansch analysis അതുപോലെ തന്നെ Free-Wilson analysis. ഈ Hansch analysis എന്താ ചെയ്യുന്നത്, അതിന്റെ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ബയോളജിക്കൽ ആക്ടിവിറ്റി ആയിട്ട് കോറിലേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ലിപ്പോഫിലിസിറ്റി അല്ലെങ്കിൽ സ്റ്റെറിക് എഫക്ട് ഇങ്ങനെയുള്ള ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിസിലാണ് ബയോളജിക്കൽ ആക്ടിവിറ്റി കോറിലേറ്റ് ചെയ്യുന്നത്. അതേസമയം Free-Wilson അനാലിസിസിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചറൽ ഫീച്ചേഴ്സിനെയാണ് ബയോളജിക്കൽ ആക്ടിവിറ്റി ആയിട്ട് കോറിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റിറ്റ്യൂന്റ്, ഒരു മോളിക്യൂളിന്റെ പെർട്ടിക്കുലർ പോർഷനിലുള്ള പെർട്ടിക്കുലർ സബ്സ്റ്റിറ്റ്യൂന്റ് ഉണ്ടെങ്കിൽ ഇന്ന ബയോളജിക്കൽ ആക്ടിവിറ്റി അതിന്റെ പൊട്ടൻസിക്ക് കാരണം എന്നുള്ള രീതിക്ക് നമ്മൾ എന്ത് ചെയ്യും, സ്ട്രക്ചറൽ ഫീച്ചേഴ്സിനെ നമ്മൾ ബയോളജിക്കൽ ആക്ടിവിറ്റിയായിട്ട് കോറിലേറ്റ് ചെയ്യും. അപ്പൊ ആ ഒരു മെത്തേഡാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, Free-Wilson അനാലിസിസ് എന്ന് പറയുന്നത്. ഈ Free-Wilson അനാലിസിസിന്റെ മറ്റൊരു പേരാണ് ഡിനോവോ അപ്രോച്ച്. ഓക്കെ, ഡിനോവോ അപ്രോച്ച് അല്ലെങ്കിൽ അഡിറ്റിവിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, അഡിറ്റിവിറ്റി മോഡൽ എന്നും പറയാറുണ്ട്. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, Free-Wilson അനാലിസിസ്. ഓക്കെ, അഡിറ്റിവിറ്റി മോഡൽ അല്ലെങ്കിൽ ഡിനോവോ അപ്രോച്ച് എന്ന് പറയുന്നത് Free-Wilson അനാലിസിസിനെയാണ്. അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, സ്ട്രക്ചറൽ ഫീച്ചേഴ്സിനെയാണ് കോറിലേറ്റ് ചെയ്യുന്നത് ബയോളജിക്കൽ ആക്ടിവിറ്റി ആയിട്ട്. ഇനി Hansch അനാലിസിസിലാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ബയോളജിക്കൽ ആക്ടിവിറ്റി ആയിട്ട് കോറിലേറ്റ് ചെയ്യുന്നത്. ഇനി സിംപ്ലക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിംപ്ലക്സ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഓപ്റ്റിമൈസേഷൻ അപ്രോച്ച് ആണ് അല്ലെ, സിംപ്ലക്സ് മെത്തേഡ്. നെക്സ്റ്റ് കോംഫാ മെത്തേഡ്. കോംഫാ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് മോളിക്കുലർ ഫീൽഡ് അനാലിസിസ് മെത്തേഡ്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് QSAR ടെക്നിക്കുമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അഡിറ്റിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് Free-Wilson അനാലിസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെൻസിലിനേസ് റെസിസ്റ്റന്റ് പെൻസിലിൻ എസ്. അപ്പോ താഴെ തന്നിരിക്കുന്നതിൽ പെൻസിലിനേസിനെ റെസിസ്റ്റ് ചെയ്യുന്ന പെൻസിലിൻ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എമോക്സിസിലിൻ, ഓപ്ഷൻ ബി ആംപിസിലിൻ, ഓപ്ഷൻ സി പെൻസിലിൻ വി ആൻഡ് ഓപ്ഷൻ ഡി മെത്തിസിലിൻ. അപ്പൊ പെൻസിലിനേസ് റെസിസ്റ്റന്റ് പെൻസിലിനെ നമുക്ക് ഓർക്കാനായിട്ട് നമുക്കറിയാം, സാധാരണ കാണുന്ന ഒരു ന്യൂമോണിക് ആണ് കോണ്ടം അല്ലെ. ദാറ്റ് ഈസ് ക്ലോക്സാസിലിൻ, ഓക്സാസിലിൻ, നെഫിസിലിൻ, ഡൈക്ലോക്സാസിലിൻ ആസ് വെൽ ആസ് മെത്തിസിലിൻ. അപ്പൊ അങ്ങനെ കോണ്ടം എന്ന് പറഞ്ഞ് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് പെൻസിലിനേസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പെൻസിലിൻസിനെ നമുക്ക് എളുപ്പത്തിൽ ഓർക്കാം. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്, മെത്തിസിലിൻ അല്ലെ. സോ അപ്പോ മെത്തിസിലിൻ ആണ് പെൻസിലിനേസ് റെസിസ്റ്റന്റ് പെൻസിലിൻ. ഇനി നെക്സ്റ്റ് വരുന്നത്, in which among the following rearrangement a ketone or aldehyde is converted to an alkene using an organolithium reagent? Option A Shapiro reaction, option B pinacol-pinacolone rearrangement, option C Beckmann rearrangement and option D both A and B. സോ അപ്പോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം എന്താണ് റിയാക്ടന്റ്, എന്താണ് പ്രോഡക്റ്റ്, എന്താണ് റിയേജന്റ്, അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ ഒരു കാർബോണിൽ കോമ്പൗണ്ടിനെ ആൽക്കീൻ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. റിയേജന്റ് ഏതാണ്, ഓർഗനോലിഥിയം റിയേജന്റിന്റെ പ്രസൻസിൽ. ഓക്കെ, അപ്പോ അങ്ങനെ നമുക്കൊരു കാർബോണിൽ കോമ്പൗണ്ടിനെ C ഡബിൾ ബോണ്ട് ഓയിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, C ഡബിൾ ബോണ്ട് C ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷന്റെ പേരാണ് ഷാപ്പിറോ റിയാക്ഷൻ. ഇൻ പ്രസൻസ് ഓഫ് ഓർഗനോലിഥിയം റിയേജന്റ് ആണ് ഷാപ്പിറോ റിയാക്ഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ C ഡബിൾ ബോണ്ട് O, ദാറ്റ് ഈസ് converted to what is C double bond C അല്ലെ, in presence of organolithium reagent. അപ്പൊ അതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, ഷാപ്പിറോ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ നെയിം ഒന്ന് ഓർക്കുക.
പിന്നെ നമ്മൾ മറ്റൊരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിനക്കോൾ റീഅറേഞ്ച്മെന്റ്. പിനക്കോൾ റീഅറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ 1,2 ഡയോളിനെ, ഇവിടെ നോക്കിയാൽ അറിയാം 1,2 ഡയോളിനെ അതൊരു കാർബോണിൽ കോമ്പൗണ്ട് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതാണ് പിനക്കോൾ റീഅറേഞ്ച്മെന്റ്. ഓക്കെ, 1,2 ഡയോൾ കൺവേർട്ടഡ് ടു ദ കാർബോണിൽ കോമ്പൗണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ബെക്മാൻ റീഅറേഞ്ച്മെന്റ്. ബെക്മാൻ റീഅറേഞ്ച്മെന്റിന് നമ്മൾ പറഞ്ഞിരുന്നത് ഓക്സൈമിനെ അമൈഡ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഓക്സൈമിനെ അമൈഡ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. ഓക്സൈൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ CONH ആണ് ഓക്സൈൻ ഗ്രൂപ്പ്. അതിനെ C+NOH ആണ് ഓക്സൈൻ ഗ്രൂപ്പ്. അതിനെ CONH ആയിട്ടുള്ള അമൈഡ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഓക്സൈം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇപ്പോ ഈ C+NOH അല്ലേ ഓക്സൈൻ, അപ്പൊ അത് C+, ഏതെങ്കിലും ഒരു നമ്മുടെ കാർബോണിൽ കോമ്പൗണ്ടിൽ നിന്നാവാം ചിലപ്പോൾ ബിഗിനിങ് ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ വരെ നമുക്ക് എന്തായാലും മെയിൻ എന്താണ്, ഓക്സൈമിനെ അമൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത്, ബെക്മാൻ റീഅറേഞ്ച്മെന്റ്. ഓക്കെ, സോ അപ്പോ ഇത് മൂന്നും നെയിംഡ് റിയാക്ഷൻസ് ഓർക്കുക. ഷാപ്രോ റിയാക്ഷനിൽ എന്തായിരുന്നു, കാർബോണിൽ കോമ്പൗണ്ടിനെ ആൽക്കീൻ ആയിട്ട് ഓർഗനോലിഥിയം റിയേജന്റിന്റെ പ്രസൻസിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് പിനക്കോൾ റീഅറേഞ്ച്മെന്റ് ആണെങ്കിൽ 1,2 ഡയോള് കാർബോണിൽ കോമ്പൗണ്ട് ആയിട്ട് മാറി. നെക്സ്റ്റ് വരുന്നത് ബെക്മാൻ റീഅറേഞ്ച്മെന്റ് ആണെങ്കിൽ അതിൽ നമുക്ക് ഓക്സൈമിനെ അമൈഡ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the scattering of light by cruise and colloidal disperse systems is called option A Tyndall effect, option B reflection, option C transmission and option D diffraction. അപ്പൊ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ആണ്. അപ്പൊ അത് നമ്മുടെ അനാലിസിസിന്റെ ബേസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റിന് നമ്മൾ എന്താണ് വരുന്നത്, ആ ഒരു എഫക്റ്റിനെ നമ്മൾ പറയുന്നത് ടിൻഡൽ എഫക്റ്റ് എന്നാണ് അല്ലെ. അപ്പോ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ദാറ്റ് ഇസ് ടിൻഡൽ എഫക്റ്റ്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അതായത് നമ്മളിപ്പോ ഒരു ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ എന്ത് ചെയ്യാം, റിഫ്ലക്ട് ചെയ്ത് പോകാം, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ അത് അതിലേക്ക് അബ്സോർബ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ലൈറ്റിന്റെ ബെൻഡിങ് ആണ് അല്ലെ, ലൈറ്റിന്റെ ആ ഒരു മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോഴുള്ള ബെൻഡിങ് ആണ് നമുക്ക് റിഫ്രാക്ഷൻ. അത് വേവ്സ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തും വരും നമുക്ക് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ ഇത്രയാണ് വരുന്നത്. അപ്പൊ അത് ടിൻഡൽ എഫക്റ്റ് ആണ് എന്നുള്ളത് ഓർക്കുക. Next question, repeated administration of tyramine results in its decreased effectiveness. Why? So, repeated administration of tyramine results in decreased effectiveness. Why? Because option A gets detoxicated easily, option B displaces serotonin from nerve ending binding site, option C displaces noradrenaline from nerve ending binding site, and option D displaces acetylcholine from nerve ending binding site. So, ഇവിടെ നമ്മൾ ടൈറമിനുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ ടൈറമിൻ നമുക്കറിയാം അതൊരു മോണോ അമൈൻ ആണ് അല്ലെ. ടൈറമിൻ ശരിക്കും ബ്ലഡ് പ്രഷർ, ടൈറമിന്റെ ആ ഒരു ഇപ്പോ ടൈറമിൻ ആക്ച്വലി ചെറിയൊരു എമൗണ്ടിലൊക്കെ ആകുമ്പോഴത്തേക്കും എന്താണ് ചെയ്യുന്നത്, ടൈറമിൻ ശരിക്കും ഒരു പ്രഷർ ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് നോറഡ്രിനാലിന്റെ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് അത് ബ്ലഡ് പ്രഷർ കൂട്ടുകയാണ് ചെയ്യുക ടൈറമിന്റെ കേസിൽ. അതുകൊണ്ടാണ് നമ്മൾ ചീസ് റിയാക്ഷനിൽ നമ്മൾ പറയുന്നുണ്ട് അല്ലെ, ടൈറമിനും അതേപോലെ തന്നെ മാവോ ഇൻഹിബിറ്റേഴ്സും കൂടി എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് ഉണ്ടാവും അല്ലെ. അതിനെയാണ് നമ്മൾ ചീസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം മോണോഅമൈൻ ഓക്സിഡേസ് ആണ് നമ്മുടെ ടൈറമിനെയും എന്താക്കുന്നത്, ഇനാക്റ്റീവ് മെറ്റബോളൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ മാവോ ഇൻഹിബിറ്റേഴ്സ്. അപ്പൊ എന്ത് ചെയ്യും, ടൈറമിനും കൂടും അതേപോലെ തന്നെ നോറഡ്രിനാലിനും കൂടും അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഹൈപ്പർ ടെൻസീവ് ക്രൈസിസിലേക്ക് ആ ഒരു കേസ് പോകുന്നത്. അതാണ് ചീസ് റിയാക്ഷൻ. അപ്പോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, റിപ്പീറ്റഡ് ആയിട്ട് ടൈറമിൻ എടുക്കുന്ന ഒരു പേഷ്യന്റിന് ആ ഒരു പ്രഷർ എഫക്ട് എന്ത് ചെയ്യും, പ്രഷർ എഫക്ട് അഥവാ ഇൻക്രീസിങ് ബ്ലഡ് പ്രഷർ എന്നുള്ള ആ ഒരു എഫക്ട് കുറയുന്നു. എന്തുകൊണ്ടാണ് അത്? ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ടൈറമിൻ റിപ്പീറ്റഡ് ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഒക്ടാപമൈൻ എന്നായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഒക്ടാപമൈൻ നമ്മുടെ നോറഡ്രിനാലിനെ അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നോറഡ്രിനാലിന്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. ഓക്കെ, ഒക്ടോപമൈൻ ആയിരിക്കും കൂടുതൽ. ഈ ഒക്ടോപമൈൻ അങ്ങനെ ആൽഫയിൽ നിന്നും സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള, ആൽഫ ബീറ്റയിലൊന്നും പോയി ബൈൻഡ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് ടൈറമിൻ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ഇറ്റ്സ് ഡിക്രീസ്ഡ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ എന്താണ് വരിക, ഓപ്ഷൻ സി ഡിസ്പ്ലേസസ് നോറഡ്രിനാലിൻ ഫ്രം നെർവ് എൻഡിങ് ബൈൻഡിങ് സൈറ്റ്. ഓക്കെ, സോ അപ്പൊ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഹൈപ്പർടെൻസീവ് ക്രൈസിസിന്റെ കേസും ഇവിടെ നോക്കാം. അത് കഴിഞ്ഞിട്ട് റിപ്പീറ്റഡ് ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഡിക്രീസ്ഡ് എഫക്റ്റീവ്നെസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അത് എന്തുകൊണ്ടാണ്
ഉണ്ടാവുന്നത്? നോറെഡ്രിനാലിന്റെ എമൗണ്ട് കുറയുന്നത് കൊണ്ടാണ് അവിടെ ആ ഒരു എഫക്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് വിച്ച് among the following technique is used for drying blood plasma? ബ്ലഡ് പ്ലാസ്മ ഡ്രൈയിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ഫ്രീസ് ഡ്രൈയിങ്, ഓപ്ഷൻ എ ഫ്രീസ് ഡ്രൈയിങ്, ഓപ്ഷൻ ബി സ്പ്രേ ഡ്രൈയിങ്, ഓപ്ഷൻ സി ഫ്ലൂയിഡ് ബെഡ് ഡ്രൈയിങ് ആൻഡ് ഓപ്ഷൻ ഡി വാക്യൂം ഡ്രൈയിങ്. അപ്പൊ ഇവിടെ നമുക്ക് ബ്ലഡ് പ്ലാസ്മയുടെ ഡ്രൈയിങ്ങുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് പറയുന്നത്. അതിന് നമുക്ക് രണ്ട് ടെക്നിക്സും യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഫ്രീസ് ഡ്രൈയിങ്ങും യൂസ് ചെയ്യാം, സ്പ്രേ ഡ്രൈയിങ്ങും യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ എ ആൻഡ് ബി ഉണ്ടെങ്കിൽ അത് എടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് ഏതാണ്? ഫ്രീസ് ഡ്രൈയിങ് ആണ് വരുന്നത്. ഫ്രീസ് ഡ്രൈയിങ്ങിന്റെ മറ്റൊരു പേരാണ് ലയോഫിലൈസേഷൻ. ലയോഫിലൈസേഷൻ അല്ലെങ്കിൽ ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയും. ഓക്കെ, അതിന്റെ മെയിൻ ആയിട്ട് ലയോഫിലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം സബ്ലിമേഷൻ ആണ് അതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ വരുന്നത്. അപ്പോൾ ഇതൊന്നും ഇവിടെ ഓർത്തിരിക്കാം. നെക്സ്റ്റ് വരുന്നത് calciferol is hydrolyzed by the kidneys to ഓപ്ഷൻ എ 25 hydroxycholecalciferol, ഓപ്ഷൻ ബി calcitriol and ഓപ്ഷൻ സി cholecalciferol and ഓപ്ഷൻ ഡി 125 dihydroxycholecalciferol. അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. calciferol is hydrolyzed by the kidney. calciferol അല്ലെങ്കിൽ calcidiol എന്നും പറയാം. അപ്പൊ അത് നമുക്ക് ഫസ്റ്റ് നമ്മുടെ വൈറ്റമിന്റെ ആ ഒരു അബ്സോർപ്ഷൻ നോക്കാം. ഫസ്റ്റ് വൈറ്റമിൻ ഡി നമുക്ക് വരുന്നത് മെയിൻലി സൺലൈറ്റിൽ നിന്നാണ് അല്ലെ. സ്കിന്നിന്റെ അണ്ടറിൽ വൈറ്റമിൻ ഡി ആയിട്ട് കോളികാൽസിഫെറോൾ, ഓക്കെ, കോളികാൽസിഫെറോൾ അത് ബ്ലഡില് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് ലിവറിൽ എത്തുകയും ലിവറിൽ അത് 25 ഹൈഡ്രോക്സി കോളികാൽസിഫെറോൾ ആയിട്ട് ഫോം ചെയ്യും. ഓക്കെ, സോ അപ്പൊ അതാണ് നമ്മുടെ ഒരു ലിവറിൽ അത് ഫോം ചെയ്യുന്നത്. അതാണ് കാൽസിഡയോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് കാൽസിഡയോൾ. ഇനി നെക്സ്റ്റ് വരുന്നത് കിഡ്നിയിൽ അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? 125 ഡൈഹൈഡ്രോക്സി വൈറ്റമിൻ D3 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, 125 ഡൈഹൈഡ്രോക്സി കാൽസിട്രയോൾ എന്നും പറയാറുണ്ട് അതിനെ. ഓക്കെ, കാൽസിട്രയോൾ. അപ്പോ ഓർക്കുക ഈ ഒരു ഫോം ആണ് അതിന്റെ ആക്റ്റീവ് ഫോം. ഓക്കെ, 125 ഡൈഹൈഡ്രോക്സി കോളികാൽസിഫെറോൾ അഥവാ വൈറ്റമിൻ D3 ആണ് അതിന്റെ ആക്റ്റീവ് ഫോം. അത് എവിടെയാണ് ഫോം ചെയ്യുന്നത്? കിഡ്നിയിലാണ് ഫോം ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു വൈറ്റമിന്റെ ഈ ആക്റ്റീവ് ഫോം ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? നമ്മുടെ കാൽസ്യത്തിന്റെയൊക്കെ അബ്സോർപ്ഷന് എസെൻഷ്യൽ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു ഫോമിലേക്ക് 125 ഡൈഹൈഡ്രോക്സി കോളികാൽസിഫെറോൾ ഫോം ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്താവത്തുള്ളൂ? നമ്മുടെ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ ആണല്ലോ വൈറ്റമിൻ ഡി എസെൻഷ്യൽ. അപ്പൊ ആ ഒരു പ്രോസസ് ഒക്കെ നടക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ബോൺ മിനറലൈസേഷൻ, അതേപോലെ തന്നെ ഇമ്മ്യൂൺ സെൽസിന്റെ ഡിഫറൻസിയേഷൻ, ഇതെല്ലാം ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ആ ഒരു ഫോമിൽ കൺവേർട്ടഡ് ആകുമ്പോഴാണ്. അപ്പൊ ആൻസർ എന്തായിരുന്നു? 125 ഡൈഹൈഡ്രോക്സി കോളികാൽസിഫെറോൾ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിസർപ്പിൻ ഓൺ ഹൈഡ്രോളിസിസ് yield. ഓപ്ഷൻ എ ethyl alcohol 3,4,5 trimethoxy benzoic acid and റിസർപ്പിക് ആസിഡ്. അപ്പൊ ഈ 3,4,5 trimethoxy benzoic acid and റിസർപ്പിക് ആസിഡ് അത് തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താ? ethyl alcohol എന്ന് പകരം methyl alcohol. ഇനി അടുത്ത ഓപ്ഷനില് methyl alcohol 3,4,5 trimethoxy cinnamic acid and റിസർപ്പിക് ആസിഡ് and ഓപ്ഷൻ ഡി acetic acid 3,4,5 trimethoxy cinnamic acid and റിസർപ്പിക് ആസിഡ്. അപ്പൊ ഇതില് നമ്മുടെ റിസർപ്പിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ എന്താണ് പ്രോഡക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ റിസർപ്പിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആൽക്കലോയിഡ് ആണ് അല്ലെ. റോൾഫിയ സെർപന്റീനിൽ നിന്ന് കിട്ടുന്ന ഒരു ആൽക്കലോയിഡ് ആണ്. അത് ആന്റി ഹൈപ്പർടെൻസീവ് നേച്ചർ ആണ്. അതേപോലെ തന്നെ ഒരു സെഡേറ്റീവ് എഫക്റ്റ് ആണുള്ള ഒരു ആൽക്കലോയിഡ് ആണ്. മെന്റലി എജിറ്റേറ്റഡ് ആയിട്ടുള്ള പേഷ്യന്റിനെയൊക്കെ കാം ചെയ്യാനൊക്കെ ആയിട്ടും സഹായിക്കും. അപ്പോ റിസർപ്പിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ, ആൽക്കലൈൻ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? മെത്തനോളും അതേപോലെ തന്നെ റിസർപ്പിക് ആസിഡും പിന്നെ 3,4,5 ട്രൈമീത്തോക്സി ബെൻസോയിക് ആസിഡ് ആണ്. അത് ഓർക്കുക. ഓക്കെ, സിനമിക് ആസിഡ് അല്ല, 3,4,5 ട്രൈമീത്തോക്സി ബെൻസോയിക് ആസിഡ്. ഓക്കെ, സോ അപ്പോ അത്രയും ഓർക്കുക. അപ്പോ റിസർപ്പിൻ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്? മെത്തനോൾ, 3,4,5 ട്രൈമീത്തോക്സി ബെൻസോയിക് ആസിഡ് ആൻഡ് റിസർപ്പിക് ആസിഡ്. ഓക്കെ, സോ അപ്പൊ അതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, മെത്തനോൾ ആസ് വെൽ ആസ് റിസർപ്പിക് ആസിഡ് ആൻഡ് 3,4,5 ട്രൈമീത്തോക്സി ബെൻസോയിക് ആസിഡ്. Next question, presence of para-glycoprotein at high levels on gastrointestinal membrane. Option A increases bioavailability of drugs. Option B reduces systemic circulation of drug. Option C increases systemic circulation of drug and option D decreases efflux of drug into GI tract. So,
ഇവിടെ ഗ്ലൈക്കോപ്രോട്ടീന്റെ എമൗണ്ട് ഹൈ ആവുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. സോ ഹിയർ ആൻസർ എന്താണ്? റെഡ്യൂസസ് സിസ്റ്റമിക് സർക്കുലേഷൻ ഓഫ് ബ്ലഡ്. എന്താണ് ഗ്ലൈക്കോപ്രോട്ടീൻ? പാരാഗ്ലൈക്കോപ്രോട്ടീൻ എന്ന് പറയുന്നത് ശരിക്കും അതൊരു എഫ്ലക്സ് പമ്പാണ്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ കോൺസ്റ്റുവൻസ് അല്ലെങ്കിൽ ഡ്രഗിനെ പുറത്തേക്ക് വിടുന്നതാണ് എന്ത്? ഈ പാരാഗ്ലൈക്കോപ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇൻക്രീസ് ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? അബ്സോർപ്ഷൻ കുറയും അല്ലെ, അല്ലെങ്കിൽ ഓറൽ ബയോ അവൈലബിലിറ്റി കുറയും. ഓക്കെ, സോ അപ്പൊ അത് എന്ത് ചെയ്യും? റെഡ്യൂസസ് ദ സിസ്റ്റമിക് സർക്കുലേഷൻ ഓഫ് എ ഡ്രഗ്. ഓക്കെ, സോ അപ്പൊ അതാണ് വരുന്നത്. പ്രസൻസ് ഓഫ് പാരാഗ്ലൈക്കോപ്രോട്ടീൻ അറ്റ് എ ഹൈ ലെവൽ റെഡ്യൂസസ് ദ സിസ്റ്റമിക് സർക്കുലേഷൻ ഓഫ് എ ഡ്രഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, neurokinin receptor antagonist used in the treatment of chemotherapy induced vomiting. അപ്പോൾ ന്യൂറോകൈനിൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് കീമോതെറാപ്പി ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗ്. ആന്റി ക്യാൻസർ ഡ്രഗ്സ് എടുക്കുമ്പോൾ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ആണ് എന്ത്? വോമിറ്റിംഗ് അഥവാ MSS. അപ്പോ ഇതിന് കൊടുക്കാൻ പറ്റുന്ന ന്യൂറോകൈനിൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റിക് ഡ്രഗ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഓൺഡാൻസെട്രോൺ, ഓപ്ഷൻ ബി ഡ്രോണാബിനോൾ, ഓപ്ഷൻ സി അബറ്റാസെപ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി അപ്രിപിറ്റന്റ്. ഓക്കെ, സോ അപ്പോ ഓൺഡാൻസെട്രോൺ എന്ന് പറയുന്നത് 5-HT3 ആന്റഗോണിസ്റ്റിക് ഡ്രഗ് ആണ്. നമുക്ക് ആന്റി ക്യാൻസർ ഡ്രഗ്സിന്റെ കൂടെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറി ഡ്രഗ് തന്നെയാണ് ഈ ഓൺഡാൻസെട്രോൺ. പക്ഷെ അത് ഏത് കാറ്റഗറിയാണ്? 5-HT3 ആന്റഗോണിസ്റ്റിക് ഡ്രഗ് ആണ്. അപ്പൊ അതല്ല ആൻസർ. ഇനി ഡ്രോണാബിനോൾ ആണെങ്കിലോ, ഡ്രോണാബിനോളും നമുക്ക് ക്യാൻസർ കീമോതെറാപ്പി ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗിന് കൊടുക്കാൻ പറ്റും. അതൊരു കനാബിനോയിഡ് ഡ്രഗ് ആയിട്ടാണ് വരിക. സൈക്കോ ആക്റ്റീവ് ഡ്രഗ് ആണ്. അപ്പോ മറ്റ് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ കിട്ടിയില്ല എന്നല്ല, നമുക്ക് പറ്റുന്ന ഇത് ഡ്രോണാബിനോൾ. നെക്സ്റ്റ് വരുന്നത് അബറ്റാസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതും ന്യൂറോ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് അല്ല. ഓക്കെ, ന്യൂറോകൈനിൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റിനെ നമുക്ക് NK1 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇനി അബറ്റാസെപ്റ്റ് നമ്മൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഡ്രഗ് ആണ് അല്ലെ, അബറ്റാസെപ്റ്റ്. അത് ഇമ്യൂണോമോഡുലേറ്റർ ഡ്രഗ് ആണ് അബറ്റാസെപ്റ്റ്. നെക്സ്റ്റ് വരുന്നത് അപ്രിപിറ്റന്റ്. അപ്രിപിറ്റന്റ് ആണ് ആക്ച്വലി ന്യൂറോകൈനിൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റിക് ഡ്രഗ് അഥവാ ആപ്രിപിറ്റന്റ്, ഫൊസാപ്രിപിറ്റന്റ്, റൊളാപ്രിപിറ്റന്റ്. ഇതൊക്കെയാണ് നമുക്ക് NK1 റിസപ്റ്റർ ആന്റഗോണിസ്റ്റിക് ഡ്രഗ്സ് ആണ്. അതിപ്പോ സർജറി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന നോസിയ വോമിറ്റിംഗ് കേസസിൽ കൊടുക്കാം. അതേപോലെ തന്നെ ക്യാൻസറുമായിട്ട് റിലേറ്റ് ചെയ്ത് ആന്റി ക്യാൻസർ ഡ്രഗ്സ് മൂലം ഉണ്ടാവുന്ന നോസിയ വോമിറ്റിംഗ് കണ്ടീഷനും കൊടുക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ഡ്രഗ്സ് ആണ് ഈ NK1 റിസപ്റ്റർ ആന്റഗോണിസ്റ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് ആപ്രിപിറ്റന്റ്. ഓക്കെ, സോ ഇത്രയുമാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ വരുന്നത്.